സൈക്കോളജിയുടെ മൊഡ്യൂൾ 5ന്റെ ഭാഗമായ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെസണിൽ നമ്മൾ പ്രധാനമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കുന്നതിനും പിന്നിലുള്ള നമ്മുടെ ആ ഒരു എബിലിറ്റിയെ പ്രവർത്തിപ്പിക്കുന്ന കോഗ്നിറ്റീവ് പ്രോസസ്സസ് എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തു പോവുക. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും. ആൻഡ് നമ്മൾ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് ഉണ്ട്, ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് ഉണ്ട്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ആൻഡ് ഈ വെൽ ഡിഫൈൻഡ്, ഇൽ ഡിഫൈൻഡ് എന്നൊക്കെ പറയുന്നത് ശരിക്കും കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ്. അതിന് കുറെ കൂടെ അധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും നമ്മുടെ തിങ്കിങ്ങിൽ കുറെ അധികം ഫ്ലെക്സിബിലിറ്റിയും നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പോകാനുള്ളത് ഇസ് ടു ഡിസ്കസ് ദി അപ്രോച്ചസ് ടു പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിന് എന്തൊക്കെ തരത്തിലുള്ള അപ്രോച്ചസ് നമ്മൾ ഇവിടെ എടുക്കണം, അതിൻ്റെ അൽഗോറിതംസ് എന്തൊക്കെയാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക്, ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തുക, അതിൻ്റെ ഹ്യൂറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ്, നമ്മുടെ മനസ്സെടുക്കുന്ന ഷോർട്ട് കട്ട്സ് ആണ് ഈ ഹ്യൂറിസ്റ്റിക്സ്. നമുക്ക് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതിനാണ്. And we will also touch upon the trial and error and the power of insight. അതായത് ഇൻസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു സഡൻ ആയിട്ട് കിട്ടിപ്പോയി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ലേ, നമുക്ക് ആ ഒരു സൊല്യൂഷൻ എന്താണ്, ഇതിനൊരു പ്രതിവിധി എന്നുള്ളത് കുറെ ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു ലെസണിലുടനീളം we will also discuss the factors, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ പ്രോബ്ലം സോൾവിങ്ങിനെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ നോക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മെന്റൽ സെറ്റ് എന്നുള്ളത്, കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്, ആൻഡ് എങ്ങനെയാണ് ഈ മെന്റൽ സെറ്റും കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റിയൊക്കെ നമ്മുടെ ആ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ആ ഒരു എബിലിറ്റിയെ അത് സ്വാധീനിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും എന്നുള്ളത്. And by the end of this lesson, you will have a deeper or a well-defined understanding ഈ പ്രോബ്ലം സോൾവിങ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്, എന്ത് സ്ട്രാറ്റജി നമുക്ക് അതിന് ഉപയോഗിക്കാം, ആൻഡ് റീസണിങ് എങ്ങനെ നടക്കുന്നു എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഡിഡക്റ്റീവ് റീസണിങ് ആയിരുന്നാലും ശരി, ഇൻഡക്റ്റീവ് റീസണിങ് ആയിരുന്നാലും ശരി, അത് നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് 2 മാർക്കിനുള്ള ചോദ്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ പുതിയ സിലബസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 2 മാർക്കാണ് ഇതിന് അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് അത്ര വലിയ ഒരു ലെസൺ അല്ല. നമുക്ക് എന്താ പറയേണ്ടത്, വളരെയധികം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന സംഗതികളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഈ 2 മാർക്ക് ഈസി ആയിട്ട് ഇങ്ങ് പോരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ വളച്ചുകേട്ടില്ലാതെ ജസ്റ്റ് ഡയറക്റ്റ് ആ സിലബസിലുള്ള ടോപ്പിക്സിലേക്ക് നമുക്കങ്ങ് കടക്കാം. ആൻഡ് ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ കോഗ്നിറ്റീവ് സൈക്കോളജി classifies problems based on their nature and the clarity of the solution. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസിനെ പ്രൈമറി ആയിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് ആ പ്രോബ്ലംസിൻ്റെ സ്വഭാവം എന്താണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട്, അതേപോലെ അത് എന്തുമാത്രം കോംപ്ലക്സ് ആണെന്നുള്ളത് അപേക്ഷിച്ച്, ആൻഡ് അതേപോലെ അതിൻ്റെ ആ ഒരു സൊല്യൂഷൻ പാത്വേ എന്ന് പറയുന്നത് അത് എങ്ങനെ ആയിരിക്കും, ആൻഡ് ആ ഒരു സൊല്യൂഷൻ എന്തുമാത്രം ക്ലിയർ ആയിരിക്കും എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്താ പറയുന്നത് പ്രോബ്ലംസിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനോടുകൂടി, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതോടുകൂടി സൈക്കോളജിസ്റ്റിനും മറ്റ് ഇൻഡിവിജ്വൽസിനും എന്താ പറയേണ്ടത്, ആ ഒരു പ്രോബ്ലം സോൾവിങ്ങിനെ കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോടുകൂടി നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പം പ്രധാനമായിട്ട് 2 കാറ്റഗറീസ് ആണുള്ളത്. അതിൽ ഒന്ന് വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറയും, ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്, എന്താണ് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറയും, അല്ലെ. അപ്പോൾ പ്രശ്നങ്ങൾക്ക് തന്നെ 2 തരമുണ്ട്, അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ച് പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയല്ലേ, പക്ഷേ പ്രശ്നങ്ങൾ തന്നെ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്.
ഇപ്പോൾ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ വെൽ ഡിഫൈൻഡ് ഒരു പോസിറ്റീവ്നെസ് വരുന്നില്ലേ, അത് കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നത്തിന് തന്നെ ഒരു പോസിറ്റീവ്നെസ് എന്നുള്ളത്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പാത്ത് അതിനുണ്ട്, ആൻഡ് എന്താ പറയേണ്ടത്, ഒരു കറക്റ്റ് സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതാണ് വെൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് they provide all necessary information to arrive at a solution. ഒരു പരിഹാരത്തിൽ എത്തുന്നതിനുള്ള എന്താ പറയേണ്ടത്, എല്ലാ സൊല്യൂഷൻസും ആ പ്രോബ്ലം തന്നെ നമുക്ക് തരുന്നു, സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇത് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കുന്നതിനായിട്ട് എന്താ പറയേണ്ടത്, ടിപ്പിക്കലി നമ്മൾ നല്ല ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, സോ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ നോക്കിയാൽ ക്ലിയർ ഗോൾസ് ആണ് ഈ പ്രോബ്ലത്തിന്. അതായത് ദി ഒബ്ജക്റ്റീവ് ഇസ് ക്ലിയർലി സ്റ്റേറ്റഡ്. അപ്പൊ ഈ പ്രോബ്ലം ആക്ച്വലി എന്താ പറയേണ്ടത്, ക്ലിയർലി സ്റ്റേറ്റ്സ് വാട്ട് ദി ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡിസൈഡ് ഔട്ട്കം എന്നുള്ളത് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് പറയുന്നത് എന്താ, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പാത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സ്പെസിഫിക് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ എൻഷ്യൂർ ദാറ്റ് വി അറൈവ് അറ്റ് എ കറക്റ്റ് സൊല്യൂഷൻ എന്നുള്ളത്. അപ്പൊ ഈ സ്പെസിഫിക് മെത്തേഡിനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ്ങിൽ അൽഗോറിതം എന്ന് പറയുന്നത്. ഈ അൽഗോറിതം യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു പരിഹാരത്തിലേക്ക് വന്നെത്താം എന്നുള്ളതാണ്. ആൻഡ് അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ടാക്കുന്ന നമുക്ക് ഫോളോ ചെയ്യാനായിട്ട്, ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കും എന്നുള്ളത്. ഇനി എക്സ്പെക്റ്റഡ് സൊല്യൂഷൻസ് അതിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതായത് ദ ഔട്ട്കം ഇസ് പ്രെഡിക്റ്റബിൾ ആൻഡ് വെരിഫയബിൾ. അപ്പോൾ ഈ വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് നോൺ ആണ്, അല്ലെങ്കിൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇതാണ് ഇതിന്റെ ഒരു പരിഹാരം എന്നുള്ളത്. ആ ഒരു സൊല്യൂഷൻ പാത്ത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ ഒരു റിസൾട്ട് ഉറപ്പായിരിക്കും, റിസൾട്ട് ശരിയായിരിക്കും, നമുക്ക് വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നോക്കിയേ. ഒന്ന് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വരുന്നു, പസിൽസ് ആൻഡ് ഗെയിംസ് വരുന്നു, ആൻഡ് എന്താണ് അതിലേക്ക് എടുക്കുന്ന അപ്രോച്ച് എന്നും നമുക്ക് നോക്കാം. അപ്പോൾ മാത്സിന്റെ ഒരു പ്രോബ്ലം, ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഒരു വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിൻ്റെത്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്സിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സിമ്പിൾ, ഐ മീൻ 2 + 2 = 4. ഒരു പ്രോബ്ലം ആണത്, പക്ഷെ അത് ഡിഫൈൻഡ് ആണ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് അത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ആ ഒരു ഗോളിലേക്ക് വന്നെത്തുക എന്ന് പറയുന്നത് വളരെയധികം ക്ലിയർ ആണ്. ആൻഡ് അതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. രണ്ടിനെ 2 കൊണ്ട് രണ്ടിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ആൻഡ് ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ വന്നെത്തും. അതാണ് ഇത് വെരിഫയബിൾ. അപ്പൊ ഈ 2 + 2 = 4 എന്നുള്ളത്, അല്ലെങ്കിൽ 2 + 2 - 3 എന്ന് പറയുമ്പോഴത്തേക്ക് 2ന്റെ കൂടെ 2 കൂട്ടിയിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 കിട്ടുന്ന ആ ഒരു ഒറ്റ ഉത്തരവേ നമുക്ക് ഇതിനുള്ളു. അല്ലാതെ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1നും 2ന്റെ ഇടയിൽ അങ്ങനെയുള്ള ഒരു ഉത്തരവ് ഇവിടെ ഇല്ല. ഈ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസിന് എപ്പോഴും അങ്ങനെയാണ്. അതേപോലെ പസിൽസ്, കുട്ടികൾ കളിക്കുന്ന പസിൽസ്, ഗെയിംസ്, ജിഗ്സോ പസിൽസ്, അതൊക്കെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ, ചെസ്സിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ഇല്ലേ അതിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതിന്റെ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിനുള്ള പാത്സ് ഉണ്ട്, അതിന് ഗോൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രോബ്ലം വീണ്ടും അവിടെ വെൽ ഡിഫൈൻഡ്. അപ്പോൾ പസിൽസും ഗെയിംസും സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്നതായിരുന്നാൽ പോലും അതിനകത്ത് ഒരു പക്ഷേ കുറച്ചധികം ലക്കും കൂടി ഉണ്ടെന്ന് പറയാം. പക്ഷെ ചെസ്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതിനെടുക്കുന്ന അപ്രോച്ച്, ഈ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസിന് എന്താ പറയേണ്ടത്, അത് സോൾവ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡിനാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ അൽഗോരിതം എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് നമുക്കത് ചർച്ച ചെയ്യാം. ഈ അൽഗോരിതം ഇത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് ഈ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ അൽഗോരിതം നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പ്.
അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് അല്ലേ കുട്ടികളെ നമ്മൾ മാത്സ് പഠിപ്പിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ചില സൊല്യൂഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടും, ചില കുട്ടികൾക്ക് കുറച്ച് വൈകിട്ടായിരിക്കും അത് കറക്റ്റായിട്ട് കിട്ടുക, ചില കുട്ടികൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് അവർക്ക് പ്രധാനമായിട്ട് ആ ഒരു അൽഗോരിതം എന്താണ്, അതിൻ്റെ പിന്നിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് ആ ഒരു വെൽ ഡിഫൈൻഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് തരത്തിലുള്ള പ്രോബ്ലം നമുക്ക് നോക്കാം, ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്നുള്ളത്. സോ ഇൻ കോൺട്രാസ്റ്റ് ടു വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്, ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് നമ്മൾ നോക്കിയാൽ അത് വളരെ കോംപ്ലെക്സ് ആണ്. ആൻഡ് എന്താ പറയേണ്ടത്, അതിന്റെ ഗോൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗത്തെ കുറിച്ചോ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എങ്ങനെ അത് നമുക്ക് സോൾവ് ചെയ്യണം, എങ്ങനെ അതിന്റെ ആ ഒരു സൊല്യൂഷൻസിലേക്ക് എത്തിച്ചേരണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് പലപ്പോഴും നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ് വേണം. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ് എന്താണ്? നോക്കും, നമ്മൾ എന്തെങ്കിലും ഒരു സംഗതിയെ നോക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ കണ്ടുകൊണ്ട്, ഇപ്പോൾ ഒരു മൊബൈൽ ആണല്ലോ, ഇതിനെ നമ്മൾ കണ്ടുകൊണ്ട്, ഇതിനെ നോക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ കോൺക്രീറ്റ് തിങ്കിങ് എന്ന് നമുക്ക് പറയാം. കാരണം ഇത് നമ്മുടെ മുന്നിലുണ്ട്, നമുക്കതിനെ തൊടാനോ എടുക്കാനും പിടിക്കാനും സാധിക്കും. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലില്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല, നമുക്കതിനെ തൊടാനോ പിടിക്കാനോ മണക്കാനോ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇട്ട് നമ്മൾ ചിന്തിച്ചെടുക്കുക, അതാണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ്. ഇവിടെ ക്രിയേറ്റിവിറ്റി വരണം. ആൻഡ് എന്താ പറയേണ്ടത്, ഒരു പക്ഷേ നമുക്ക് ലഭിച്ചിട്ടുള്ള മുൻ പരിചയങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ എടുത്ത് ഉപയോഗിച്ച്, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ അടുത്ത് അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്തണം. നോക്ക്, ഇതിന് ഒരു ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു അൽഗോറിതം ഇല്ല. ഇതിന്റെ അൽഗോറിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു പക്ഷേ അറിയാവുന്നവരോട് ചോദിക്കുക, അറിയത്തില്ലെങ്കിൽ ഇനി അതല്ലെങ്കിൽ എന്താ പറയേണ്ടത്, പല രീതിയിൽ നമ്മൾ നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷൻ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് ട്രയൽ ആൻഡ് എറർ എന്നൊക്കെ പറഞ്ഞിരുന്നത്, ഒരു പക്ഷേ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമായിരിക്കാം. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്താണ്? അൺക്ലിയർ ആണ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാം വളരെ വേഗമാണ്, ഒട്ടും അതിനൊരു തെളിച്ചമില്ല, ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് വളരെ ആംബിഗ്വസ് ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് കുറച്ചും കൂടെ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ അതിനെ കൂടുതൽ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരും. ആൻഡ് ശരിക്കും പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്. നോ ക്ലിയർ സൊല്യൂഷൻ പാത്ത്, അൽഗോറിതം ഇല്ല. ആ സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് ഒരൊറ്റ മാർഗം അതിനില്ല എന്നുള്ളതാണ്. ഇപ്പൊ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പാത്ത് ഉണ്ടല്ലേ, ഒരു ഗ്യാരണ്ടീഡ് സൊല്യൂഷനിലേക്ക് എത്തും ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു അൽഗോറിതം, ആ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്താൽ. അപ്പോൾ ഇവിടെ ആ സോൾവ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് പല പോസിബിൾ മെത്തേഡ്സും അപ്രോച്ചസും ഇതിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഒരെണ്ണം വർക്ക് ചെയ്തില്ലെങ്കിൽ മറ്റൊന്ന് ഉപയോഗിക്കണം, അതും വർക്ക് ചെയ്തില്ലെങ്കിൽ വേറൊന്ന് ഉപയോഗിക്കണം. അങ്ങനെ മാറിയും തിരിഞ്ഞും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിൽ ഒരൊറ്റ സൊല്യൂഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. 2+2 എപ്പോഴും 4 തന്നെയാണ് അല്ലേ. അപ്പൊ 2+2 - 3 എന്ന് പറയുന്നത് എപ്പോഴും 1 തന്നെയാണല്ലേ. ഇവിടെ മൾട്ടിപ്പിൾ സൊല്യൂഷൻസിലേക്ക് നമ്മൾ വന്നെത്തും. പലപ്പോഴും അത് സബ്ജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഒരു സിംഗിൾ കറക്റ്റ് ആൻസറിന് ഇതിന് ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യതയും വളരെ കുറവാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കിയേ. ഒരു പക്ഷേ നോക്ക്, റിയൽ വേൾഡ് ഇഷ്യൂസ്. അപ്പൊ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നു. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണല്ലേ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അതിന് ഒരൊറ്റ പരിഹാര മാർഗം അല്ല. എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നതിലൂടെ ഒരു രാജ്യം കടന്നു പോകുമ്പം ഒരൊറ്റ സൊല്യൂഷൻ അല്ലല്ലോ അവിടെ ഉള്ളത്. ഇനി അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ചില രാജ്യങ്ങൾ ഇപ്പം നമുക്കറിയാം, യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യങ്ങൾ. അപ്പോൾ എവർക്കൊന്നും ഒരൊറ്റ സൊല്യൂഷനല്ല, പല മാർഗത്തിലൂടെ നോക്കി ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന്റെ ക്ലാസിക് എക്സാമ്പിൾസ് ആണ്.
ദീസ് സൊല്യൂഷൻസ് എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന് എന്ന് പറയുന്നത് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സിംഗിൾ സൊല്യൂഷൻ അതിനുണ്ടാകില്ല. പലപ്പോഴും എന്താ പറയേണ്ടത്, പല ഏരിയാസിൽ നിന്നുള്ള എഫേർട്സ് ചിലപ്പം ഇവിടെ കൊണ്ടുവരേണ്ടി വരും. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഇതിന് എടുക്കേണ്ടതായിട്ടും വരും. അതേപോലെയാണ് ഈ ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, മനുഷ്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ. അപ്പൊ ഹ്യൂമൻ റിലേഷൻഷിപ്സിൽ വരുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ ഇത് ഒക്കെ റിസോൾവ് ചെയ്യുക. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ്, രണ്ട് വ്യക്തികൾ തങ്ങളിൽ ഒരു പ്രശ്നം വരുന്നു, ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരൊറ്റ സൊല്യൂഷൻ അല്ലല്ലോ ഒരു പക്ഷേ ഉള്ളത്. അവർ രണ്ടുപേരും തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടുപേരും, ഒരാൾ ഒരെണ്ണം ആവശ്യപ്പെടും, മറ്റൊരു വ്യക്തി മറ്റൊരു സൊല്യൂഷൻ ആവശ്യപ്പെടും. എന്നാൽ അത് ഒരു ഇടനിലക്കാരൻ അതിന്റെ ഇടയിൽ വരുന്ന ഇതിന് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ രണ്ടുപേരുടെയും പറഞ്ഞേക്കുന്നതിന്റെ ഇടയിൽ ഒരു സൊല്യൂഷൻ അവിടെ വരും അല്ലേ. അപ്പൊ നോക്ക്, മനുഷ്യന്റെ ആ ഒരു മനുഷ്യ ബന്ധങ്ങളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതും ഒരു ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം തന്നെയാണ്. ഇനി ഇതിന് ഒരു അപ്രോച്ച് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിലോ, it is solved using heuristics, mental shortcuts, insight and creativity are essential എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിലോ എന്താ പറയേണ്ടത്, ഈ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം പലപ്പോഴും നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് യൂസ് ചെയ്ത്, ഹ്യൂറിസ്റ്റിക്സ് എന്താണ്, മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ് അല്ലെ, അല്ലെ റൂൾ ഓഫ് തംബ് എന്നൊക്കെ നമ്മൾ പറയുന്ന ചില സിറ്റുവേഷനിൽ അത് നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് ഓക്കെ ഈ ഒരു പ്രശ്നമാണോ, എന്നാൽ ഇതാണ് അതിനൊരു പരിഹാരം എന്ന നിലയിലേക്ക് നമുക്ക് പോകുന്നത്. പ്രത്യേകിച്ചും കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഹ്യൂറിസ്റ്റിക്സ് പലപ്പോഴും യൂസ്ഫുൾ ആകുന്നത് നമുക്ക് എന്താ പറയണ്ടേ, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നമുക്ക് ഒരു തെരച്ചിൽ അല്ലെങ്കിൽ ഒരു സെർച്ച് നടത്തേണ്ടി വരും ഫോർ എ സൊല്യൂഷൻ. അതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഹ്യൂറിസ്റ്റിക്സ്, അതായത് ഒരു സൊല്യൂഷൻ ഇല്ല, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സെർച്ച് നമ്മൾ നടത്തുന്നു, ഒരുപാടധികം ഓപ്ഷൻസ് നമ്മൾ അതിന് നോക്കുന്നു. അപ്പോൾ ചിലപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആകണമെന്നില്ല അല്ലേ. ഒരു പ്രശ്നം, അതിന് പെട്ടെന്നൊരു സൊല്യൂഷൻ നമുക്ക് വേണം. ഇത് നീണ്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ നോക്കി നീണ്ടു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഹ്യൂറിസ്റ്റിക്സ് നമുക്ക് ഉപയോഗകരമായിട്ട് വരും. ഹ്യൂറിസ്റ്റിക്സ് എന്താണ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അതേപോലെ ക്രിയേറ്റീവ് തിങ്കിങ്ങും ഇൻസൈറ്റും ഇവിടെ വളരെയധികം എസെൻഷ്യൽ ആണ്. അപ്പൊ ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയേണ്ടത്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു തിങ്കിങ്, നമ്മളൊന്ന് മാറി വ്യത്യസ്തമായി നമ്മളൊന്ന് ചിന്തിക്കുക, ഈ ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യുന്നത്. ഇനി ഈ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിന് ആൻഡ് വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിന് സബ് ടൈപ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ സബ് ടൈപ്സ്? അപ്പൊ ഇതിന്റെ ഒരു ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ് ഈ സബ് ടൈപ്സ് എന്ന് പറയുന്നത്. വി വിൽ ഓൾസോ ലുക്ക് അറ്റ് വാട്ട് ദോസ് സബ് ടൈപ്സ് ആണ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്, അതിന്റെ സബ് ടൈപ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊന്ന് കാണാം അറേഞ്ച്മെന്റ് പ്രോബ്ലംസ്, മറ്റൊന്ന് ട്രാൻസ്ഫർമേഷൻ പ്രോബ്ലംസ്, മറ്റൊന്ന് പ്രോബ്ലംസ് ഓഫ് ഇൻഡ്യൂസിങ് സ്ട്രക്ചർ. ഇത് മൂന്നെണ്ണം, ഈ മൂന്ന് സബ് ടൈപ്സ് ആണ് വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിലുള്ളത്. അപ്പൊ അറേഞ്ച്മെന്റ് പ്രോബ്ലംസ് എന്താണ്? ഈ പ്രോബ്ലംസ് ശരിക്കും ഇതിന് ആവശ്യം വരുന്നത് റീഅറേഞ്ചിങ് എലിമെന്റ്സ്. ഒരു പ്രത്യേക ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ ആ എലിമെന്റ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, നമ്മളൊരു ആനഗ്രാം പസിലിനകത്ത് ലെറ്റേഴ്സിനെ നമുക്ക് അക്ഷരങ്ങൾ തന്നിട്ടുണ്ടാകും. ആ അക്ഷരങ്ങളെ റീഅറേഞ്ച് ചെയ്ത് നമ്മളൊരു വാക്കാക്കി എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് കുട്ടികളൊക്കെ കളിക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അതിന് അറേഞ്ച്മെന്റ് പ്രോബ്ലം വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിന്റെ ഒരു സബ് പ്രോബ്ലമാണ്. പിന്നെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്, അപ്പൊ ഈ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇത് സോൾവ് ചെയ്യുന്ന വ്യക്തി മസ്റ്റ് ട്രാൻസ്ഫോം ആൻ ഇനിഷ്യൽ സ്റ്റേറ്റ് ഇൻ ടു എ ഗോൾ, ആൻഡ് അതിന് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് റൂൾസ് അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അതിന് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലേ. അപ്പൊ അവിടെ കുറച്ച് റോ മെറ്റീരിയൽസ്, അതിനെ എടുത്ത് നമ്മളൊരു പ്രത്യേക രീതിയിൽ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അപ്പൊ ഈ റോ മെറ്റീരിയൽസ്, കല്ലും കട്ടയും മണ്ണും തടിയും മണലും സിമെന്റും, അതിനെ ഒരു വീടാക്കി മാറ്റുന്നത്. സോ ദാറ്റ്സ് എ ട്രാൻസ്ഫർമേഷൻ പ്രോബ്ലം. ഇനി പ്രോബ്ലംസ് ഓഫ് ഇൻഡ്യൂസിങ് സ്ട്രക്ചർ,
അപ്പോൾ ഒരു സ്ട്രക്ചർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സോ ഇതിനകത്ത് നമുക്ക് പാറ്റേൺസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിനകത്തുള്ള പല ഘടകങ്ങളെ റിലേഷൻഷിപ്സ് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എന്താ പറയേണ്ടത്, ഒന്നുകിൽ ഒരു അനലോജി അല്ലെങ്കിൽ ഒരു സീരീസ് കംപ്ലീഷൻ ടാസ്ക്, അതൊക്കെ ഇതിനകത്ത് വരുന്ന സംഗതികളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തിരിച്ച് നമ്മുടെ വീടിന്റെ കൺസ്ട്രക്ഷനിലേക്ക് തന്നെ പോയേ, അതിന്റെ ആ ഒരു സ്ട്രക്ചർ ഇൻഡ്യൂസിങ് പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ജനൽ എവിടെ വരണം, ഡോർ എവിടെ വരണം, അല്ലേ, ബെഡ്റൂം എവിടെ വരണം, ബാത്റൂം എവിടെ വരണം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിന് ഒരു 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 പാറ്റേൺ അതിനുണ്ട്, അല്ലെങ്കിൽ ആ പല റൂമുകൾ തങ്ങളിലുള്ള റിലേഷൻഷിപ്പ് അനുസരിച്ചൊക്കെ ആയിരിക്കില്ലേ നമ്മൾ അതിനെ ചെയ്യുന്നത്, ആ ഒരു 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 അറേഞ്ച്മെന്റ് കൊണ്ടുവരുന്നത്. സോ വെൽ ഡിഫൈൻഡ് സബ് ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് അറേഞ്ച്മെന്റ് പ്രോബ്ലംസ്, അത് റീഅറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. എക്സാമ്പിൾ ആണ് നമ്മൾ അനഗ്രാം എന്ന് പറഞ്ഞത്. അനഗ്രാം എന്താണ്, കുറച്ച് വാക്കുകൾ നമുക്ക് തരും, ആ വാക്കുകളെ റീഅറേഞ്ച് ചെയ്ത് നമ്മളൊരു വാക്ക് ഒരു 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 റിയൽ വേർഡ് ആക്കി മാറ്റുക. നിസാരം, നമ്മൾ ഒരു ഹാൾ റൂമിനകത്ത് ഫേർണിച്ചർ റീഅറേഞ്ച് ചെയ്ത് വെക്കുന്ന, ഹാളിനകത്ത് കുറച്ചും കൂടെ സ്ഥലം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ് പ്രോബ്ലത്തിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറഞ്ഞത് ഒരു സംഗതിയെ എടുത്ത് മറ്റൊന്നാക്കി മാറ്റിയെടുക്കുന്നതിന് അതിന് വരുന്ന പ്രോബ്ലം. ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഇൻഡ്യൂസിങ് സ്ട്രക്ചർ, അതിന്റെ ആ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കുന്നത് ആ പ്രോബ്ലം. അപ്പോൾ ഇതെല്ലാം വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിന്റെ സബ് ടൈപ്സാണ്, കാരണം എല്ലാത്തിനും ഒരു പരിഹാരം ഓൾറെഡി ഉണ്ട്. ഇനി ഇൽ-ഡിഫൈൻഡിന്റെ സബ് ടൈപ്സ് നമ്മൾ നോക്കുകയാണെങ്കിലോ, we have something called as open-ended problems and then we have something known as insight problems. അത് രണ്ടേ ഉള്ളൂ, ഇനി കൂടുതൽ വേണ്ടല്ലേ നമുക്ക് ഇൽ-ഡിഫൈൻഡ് പ്രോബ്ലംസിന്റെ. അപ്പൊ ഓപ്പൺ എൻഡഡ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ എൻഡഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ഉണ്ട്. അതിന്റെ സൊല്യൂഷൻസ് ഒന്നായിരിക്കില്ല, പലതിൽ നിന്ന് ഒരു സൊല്യൂഷനിലേക്ക്, അല്ലെങ്കിൽ പല സൊല്യൂഷൻസ് ഉണ്ട് അതിന് ഉപയോഗിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിലൊന്നും പൂർണ്ണമായും ശരിയുമല്ല, പൂർണ്ണമായും തെറ്റുമല്ല എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഇപ്പൊ കേൾക്കുന്നില്ല ഒരുപാടധികം ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ്. ഇപ്പൊ ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ ഒരു 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 കമ്പനിയിലൊക്കെ, ഒരു ഓർഗനൈസേഷനിലൊക്കെ അവർക്ക് എന്തെങ്കിലും പുതിയതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ്, അപ്പോൾ എങ്ങനെ ആയിരിക്കണം അതിലേക്ക് വന്നെത്തേണ്ടതെന്നുള്ളത് കുറെ എക്സ്പേർട്സ് ഒരു മേശപ്പുറത്തിരുന്ന് അവര് എന്താ പറയേണ്ടത് അതിനെക്കുറിച്ചുള്ള ഐഡിയാസ് എഴുതുന്ന അതാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ്, ഇറ്റ്സ് ഓപ്പൺ എൻഡഡ്, നെവർ എൻഡിങ്. ഓപ്പൺ എൻഡഡ്, എൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോസ്ഡ് ആയിരിക്കണം, ഇവിടെ എൻഡ് ഇസ് ഓപ്പൺ എൻഡഡ്, അപ്പൊ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ. ഇനി ഇൻസൈറ്റ് പ്രോബ്ലംസ്. അപ്പൊ ഈ പ്രോബ്ലംസ്, ഇൻസൈറ്റ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സഡൻ ആയിട്ടുള്ള റിയലൈസേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു നോവൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അപ്രോച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഈ പറയുന്നത് 9 ഡോട്ട് പ്രോബ്ലം എന്നുള്ളതാണ്. അപ്പോൾ ഈ 9 ഡോട്ട് പ്രോബ്ലം ശരിക്കും എന്താ പറയേണ്ടത്, പീപ്പിൾ ഹാവ് ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നാണ് അതിനെ പറയുന്നത്. അതെങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത് എന്നുള്ളത് അതിനൊരു പ്രത്യേക മാർഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് 3 ഞാൻ കുത്തുകൾ ഇടുവാണ് ഇവിടെ, അത് നിങ്ങൾക്ക് കാണാമോന്നറിയില്ല. ഇത് 1 2 3 അങ്ങനെ മൊത്തം എന്താ പറയേണ്ടത് 9 എണ്ണം ഉണ്ടാകും. 9 എണ്ണം. ഈ 9 എണ്ണം ഈ പ്രോബ്ലം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത് 9 എണ്ണം ആയേ. പരിഹരിക്കുക എന്ന് പറഞ്ഞാല് നമ്മള് പെൻസിലോ പേനയോ വെച്ചിട്ട് ഈ ഡോട്ടുകളെ എല്ലാം നമ്മൾ കണക്ട് ചെയ്യണം. പേന എടുക്കാൻ പാടില്ല ബുക്കിന്ന്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു ലൈൻ മറ്റൊരു ലൈനിനെ ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ എങ്ങനെ ഇതിനെ പരിഹരിക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു 9 ഡോട്ട് പ്രോബ്ലം. അങ്ങനെയൊക്കെ ഉള്ളത് എന്താ പറയേണ്ടത്, ഇൽ ഡിഫൈൻഡ്. അതിനൊരു ഒറ്റ മാർഗം എന്ന് പറയുന്ന ഒരു ഇതില്ല, പല രീതിയിൽ പല ആൾക്കാർ അതിനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ പ്രോബ്ലംസിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് മെന്റൽ സെറ്റ് എന്ന കോൺസെപ്റ്റ് വരുന്നത്.
ഫങ്ഷണൽ ഫിക്സിഡ്നെസ് എന്ന കോൺസെപ്റ്റ് വരുന്നത് ആൻഡ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ഒരു ഫാക്ടറും കൂടെ ഇവിടെ വരുന്നു. So what is a mental set? Mental set is a habitual way of thinking that can limit creative solutions. നമുക്കത് ഡിസ്കസ് ചെയ്യാം. എന്താണെന്നതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫങ്ഷണൽ ഫിക്സിഡ്നെസ് എന്താണ്? ഫോക്കസിങ് ഓൺ an object's typical use hindering creative problem solving. And cognitive flexibility എന്ന് പറയുമ്പോൾ the ability to adapt thinking as new information arises. മൂന്നും സിമ്പിൾ ആണ്. മെന്റൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൈൻഡ് സെറ്റ് അവന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാ, അത് നമ്മൾ അത് പറയുന്നത് എന്തിനാ? അവനെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന അവന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് എന്ന് നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പൊ ഈ മെന്റൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറെ നാളായിട്ട് ആ ഒരു രീതിയിൽ ചിന്തിച്ച് നമുക്കതൊരു സ്വഭാവം, ഒരു ഹാബിറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ആ ഒരു അതേ തരത്തിലുള്ള ഒരു പ്രശ്നം അത് സോൾവ് ചെയ്യാൻ മറ്റു മാർഗങ്ങൾ ചിലപ്പോൾ കാണും, ഈസി ആയിട്ടുള്ള മാർഗങ്ങളും ചിലപ്പോൾ കാണും. പക്ഷേ നമ്മൾ അവിടെ ക്രിയേറ്റീവ് ആകില്ല. നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമേ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ മെന്റൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ എപ്പോഴും മുന്നേ അവര് ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അടുത്ത ഒരു പുതിയ പ്രശ്നം വരുമ്പോഴും അവർ അതേ സ്ട്രാറ്റജി തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത് എങ്കിൽ they may not be able to see alternative solutions. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ദിവസേന നമ്മുടെ മുന്നിൽ കൊച്ചും വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്ത് അഭിമുഖീകരിച്ച് അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും, അല്ലേ? അപ്പോ എന്താ പറയേണ്ടത്? നമ്മൾ മുന്നേ ഒരിക്കൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഏതോ ഒരു മാർഗം യൂസ്ഫുൾ ആയി. അപ്പൊ ഏതൊരു പ്രശ്നം വന്നാലും നമ്മൾ അതേ മാർഗം തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മുടെ മെന്റൽ മൈൻഡ് അങ്ങനെ സെറ്റായി എന്ന് വേണമെങ്കിൽ കണക്കാക്കിക്കോളൂ. അപ്പൊ നമ്മൾ പുതിയ മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല, അതിന് വേറെയും രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല, അല്ലെ ചിന്തിക്കുന്നില്ല ആ ഒരു രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ പ്രശ്നം പോലും ഫണ്ടമെന്റലി ഡിഫറെന്റ് ആയിരിക്കാം. നമ്മൾ ആദ്യം അഭിമുഖീകരിച്ച് സോൾവ് ചെയ്ത പ്രശ്നത്തിന്റെ അതേ രൂപത്തിലാ, അല്ലെങ്കിൽ ആ സ്വഭാവം പോലും ആയിരിക്കില്ല പുതിയ പ്രശ്നം. പക്ഷെ നമ്മുടെ സോൾവ് ചെയ്യുന്ന മാർഗം ആ പഴയ മാർഗം തന്നെയാണ്. അതാണ് മൈൻഡ് അല്ലെങ്കിൽ മെന്റൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഫങ്ഷണൽ ഫിക്സിഡ്നെസ് എന്താണ്? ഈ ഫങ്ഷണൽ ഫിക്സിഡ്നെസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കോഗ്നിറ്റീവ് ബയാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ എന്താ പറയേണ്ടത്? ഇപ്പം ഇത് ഒരു സംഗതി നമ്മൾ വീട്ടിൽ നമ്മൾ പല സാധനങ്ങളും നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. വീട്ടുപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് പ്രഷർ കുക്കറിന്റെ ആ സ്ക്രൂ ലൂസായി. അപ്പൊ ഇതിനെ ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്ക്രൂ ഡ്രൈവർ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ കറിക്കത്തി ഇങ്ങോട്ട് എടുത്ത് നമ്മൾ ആ സ്ക്രൂ അങ്ങ് ടൈറ്റ് ചെയ്യും. വേറെ ചിലര് ഒരു കനം കുറഞ്ഞ ഒരു സ്പൂൺ എടുത്ത് അതിന്റെ മൂട് വെച്ചിട്ട് ആ സ്ക്രൂ അങ്ങ് ടൈറ്റ് ചെയ്യും. അപ്പോ ഈ സ്പൂൺ എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിനൊരു ഉപയോഗമുണ്ട്. ഈ കറിക്കത്തി എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്? അതിനൊരു ഉപയോഗമുണ്ട്. എന്നാ ചിലരുണ്ടല്ലോ, സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്നിട്ടേ അത് ടൈറ്റ് ആക്കത്തോള്. അപ്പോ അതാണ് ഫങ്ഷണൽ ഫിക്സിഡ്നെസ് എന്ന് പറയുന്നത്. ഒരു സാധനത്തിന് ഒരു ഉപയോഗമുണ്ട്, ആ ഉപയോഗത്തിൽ കവിഞ്ഞ് മറ്റൊരു ഉപയോഗം അവർക്ക് കാണാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിനെയാണ് ഫങ്ഷണൽ ഫിക്സിഡ്നെസ്. അപ്പൊ ഇവിടെയും അവർ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിനെ തടസ്സപ്പെടുത്തുന്നു, അല്ലേ? ഫങ്ഷണൽ ഫിക്സിഡ്നെസ് നമ്മളിൽ നിലനിൽക്കുമ്പോഴത്തേക്ക് സ്ക്രൂ ഡ്രൈവർ ഇല്ല എന്നും പറഞ്ഞ് നമ്മൾ അയലത്ത് വീട്ടിലേക്ക് സ്ക്രൂ ഡ്രൈവറിന് ഓടുന്നതിന് പകരം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ്? ഒരു സ്ക്രൂ ഡ്രൈവറിനെ പോലെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി എടുത്ത്, ഒരു സ്പൂണോ ഒരു നൈഫോ ഒക്കെ എടുത്തിട്ട് അതിനെ അങ്ങ് ടൈറ്റ് ആക്കുക. അതാണ് ഇവിടെ വരേണ്ട ഒരു ക്രിയേറ്റീവ്. ആ ക്രിയേറ്റീവ് സൊല്യൂഷനിലേക്ക് പോകാതെ സ്ക്രൂ ഡ്രൈവറിന്റെ പിന്നാലെ പോകുമ്പം ഫങ്ഷണൽ ഫിക്സിഡ്നെസ്. ഓക്കെ, ഇനി അടുത്തത് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പൊ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു അഡാപ്റ്റ് തിങ്കിങ് ആസ് ന്യൂ ഇൻഫർമേഷൻ അറൈസസ്. ഓക്കെ, നമുക്കിപ്പം നിലവിൽ നമുക്ക് ഒരു സംഗതിയെ കുറിച്ച് ഒരു അറിവുണ്ട്. അപ്പം നമ്മുടെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ കൊഗ്നിഷനിൽ ഉണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ ഇല്ലാതെ ഇരുന്ന
കുറച്ച് പുതിയ ഇൻഫർമേഷൻ നമ്മുടെ കൊഗ്നിഷനിലേക്ക് കയറി വന്നപ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ആ പുതിയ ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് നമ്മുടെ കോഗ്നേറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഈ കൊഗ്നേറ്റീവ് ഫ്ലെക്സിബിലിറ്റി പലപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമുക്ക് എന്താ പറയേണ്ടത്, ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുമ്പം പലപ്പോഴും നമ്മൾ അതിന് പുതിയ അപ്രോച്ചസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരും അല്ലേ. യെസ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. അതാണ് ഫാക്ടേഴ്സ് ദാറ്റ് വെർ ഇൻഫ്ലുവൻസിങ് പ്രോബ്ലം സോൾവിങ്. ഇനി അതിൻ്റെ ഈ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്, ഇത് ജസ്റ്റ് ഇപ്പം എഡ്യൂക്കേഷനിൽ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഈ പഠിച്ച കോൺസെപ്റ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പം സ്റ്റുഡൻസ് ശരിക്കും അവർ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എൻകൗണ്ടർ ചെയ്യും. പക്ഷേ ഈ ഒരു ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യുന്നതിനുള്ള എബിലിറ്റി അവരിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക അത് ആവശ്യമാണ്. അപ്പോഴാണ് അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് അല്ലേ. അതേപോലെ ബിസിനസ് ആൻഡ് ലീഡർഷിപ്പിൽ ഈ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ്സ് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി അധികം ഉപയോഗകരമാകും. ആൻഡ് അതേപോലെ നമ്മുടെ എവ്രിഡേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, നമ്മുടെ പ്രഷർ കുക്കറിന്റെ സ്ക്രൂവിന്റെ പ്രശ്നം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നമുക്ക് വലിയ ഒരു താങ്ങായി മാറും ഇത് എന്നുള്ളതാണ് അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോബ്ലം സോൾവിങ്ങിന്റെ ഡിഫറെന്റ് അപ്രോച്ചസ് എന്തൊക്കെയാണ്. ഇവിടെയാണ് നമ്മളുടെ അൽഗോറിതം വരുന്നത്, നമ്മുടെ ഹ്യൂറിസ്റ്റിക് അപ്രോച്ചസ് വരുന്നത്. അങ്ങനെ കുറെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിഹാരം കണ്ടെത്തുക. നമുക്കൊരു ചലഞ്ച് വരുന്നു, ആ ചലഞ്ചിന് ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള മാർഗം ആ ഒരു പ്രശ്നത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ പ്രശ്നത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന്റെ സ്വഭാവം, നേച്ചർ എന്താണ്, ആ പ്രശ്നത്തിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ ആ പ്രശ്നം ആരാണോ പരിഹരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ചിന്തിക്കുന്ന രീതിയും അനുസരിച്ച് വരും എന്നുള്ളതും കൂടെ നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഒരുപാടധികം കീ മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഓരോ മെത്തേഡിനും അതിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ട്, എന്നാൽ അതിൻ്റെതായ ലിമിറ്റേഷൻസും പലപ്പോഴും പല മെത്തേഡ്സിലുണ്ട്. അപ്പോൾ 4 പ്രധാനപ്പെട്ട മെത്തേഡ്സ് ആണ് നമുക്ക് നമ്മുടെ സിലബസിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന് അൽഗോറിതമിക് അപ്രോച്ച്, മറ്റൊന്ന് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്, മറ്റൊന്ന് ട്രയൽ ആൻഡ് എറർ, ആൻഡ് പിന്നെ ഒന്ന് ഇൻസൈറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു അൽഗോറിതമിക് അപ്രോച്ച് എന്ന് പറയുന്നത്? അൽഗോറിതമിക് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ക്ലിയർ ആയിട്ട് നിർണയിച്ചു വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്ക് എഴുതി വെച്ച് ആ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, അങ്ങനെ 10 സ്റ്റെപ്സ് ഉള്ള ഒരു പരിഹാര മാർഗമാണെങ്കിൽ ആ 10 സ്റ്റെപ്സ് നമ്മൾ പൂർത്തീകരിക്കുമ്പം അതിൻ്റെ സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എത്തിയിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ അൽഗോറിതം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണ് ആൻഡ് വളരെയധികം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് അൽഗോറിതം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് ഒരു കറക്റ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തും എന്നുള്ളത് ഗ്യാരൻറ്റീഡ് ആണ്. പക്ഷേ നമ്മൾ ആ പരിഹാര മാർഗം എന്ന് പറയുന്നത് കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ ഉപയോഗിച്ചിരിക്കുക. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിരുന്നാലും they may not always be the most efficient. പ്രത്യേകിച്ചും കോംപ്ലക്സ് ആണ് പ്രോബ്ലത്തിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി കൂടുന്ന അനുസരിച്ച് നമുക്ക് ഒരു പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു അൽഗോറിതം എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് അതിൻ്റെ എന്താ പറയണ്ടേ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്, ഒരു സൊല്യൂഷൻ അവിടെ ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് ഇതിലേക്ക് ഉപയോഗിക്കുന്ന സമയം, എന്തുമാത്രം ടൈം ഇവിടെ നമ്മൾ ഉപയോഗിക്കും എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പ്രശ്നത്തിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിരിക്കും അല്ലേ. അപ്പോൾ അൽഗോറിതംസ് പലപ്പോഴും അത് ഇൻഎഫിഷ്യന്റ് ആകാം. എന്തുകൊണ്ടാണ് അൽഗോറിതംസ് ഇൻഎഫിഷ്യന്റ് ആകുന്നത്? കാരണം അതിനകത്ത് ഒരുപാട് നമ്പർ ഓഫ് സ്റ്റെപ്സ് അവിടെ കാണും. അതുകൊണ്ട് തന്നെ അത് ചിലപ്പം ഇൻഎഫിഷ്യന്റ് ആകാം എന്നുള്ളത് അല്ലേ. അപ്പം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, കമ്പ്യൂട്ടറിൽ വരുന്ന പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത്, അപ്പൊ കമ്പ്യൂട്ടറിൽ വരുന്ന പ്രോഗ്രാംസിന്റെ ഒരു ലോജിക്ക് അതിന്റെ പിന്നിലുണ്ടല്ലേ. അതും പല അൽഗോറിതംസ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമ്മൾ ആ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏരിയ അതിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നു? എക്സൽ ഷീറ്റിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം
അല്ലെ? അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈലി റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണെങ്കിലും ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമുക്ക് ഈ ഒരു അൽഗോറിതമിക് അപ്രോച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത്. കാരണം ഈ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് അൺക്ലിയർ ആണ്. ഒരുപക്ഷെ അതൊരു ലീനിയർ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഈ ഇറങ്ങിയൊക്കെ പോകും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസിൽ മറ്റ് അപ്രോച്ചസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അവിടെയാണ് നമുക്ക് ഒരുപക്ഷെ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് പ്രയോജനപ്പെടുന്നത്, കുറച്ചും കൂടെ സൂട്ടബിൾ ആകുന്നത്. അപ്പോൾ ഹ്യൂറിസ്റ്റിക്സ് അല്ലെങ്കിൽ മെന്റൽ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ റൂൾ ഓഫ് തമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നു. ആസ് എ റൂൾ ഓഫ് തമ്പ് യു നീഡ് ടു ഡു ദാറ്റ്. അതായത് റൂൾ ഓഫ് തമ്പ് എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അതിന്റെ പിന്നിൽ ചിലപ്പോൾ ഒരു ലോജിക്ക് കാണത്തില്ല. അത് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി, ആ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് പറയും പോലെയാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ കരുതിക്കൊള്ളുക. ഓക്കെ, അപ്പോ ഇവിടെ ദേ ഡു നോട്ട് ഗ്യാരണ്ടി എ കറക്റ്റ് സൊല്യൂഷൻ. ഒരു കറക്റ്റ് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിനൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നമുക്ക് ഒരു ക്വിക്കായിട്ടും പലപ്പോഴും പല അവസരങ്ങളിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഹ്യൂറിസ്റ്റിക്സ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? when there is no clear solution path, അല്ലെങ്കിൽ when it is impractical to use a structured method like algorithm പോലെയുള്ള ഒരു സ്ട്രക്ചേർഡ് മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഹ്യൂറിസ്റ്റിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ മെന്റൽ ഷോർട്ട് കട്ട്സ് ദാറ്റ് സിംപ്ലിഫൈ പ്രോബ്ലം സോൾവിങ്, പക്ഷെ അത് ഒരു സൊല്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഹ്യൂറിസ്റ്റിക്സ് ഒരു തരത്തില് ഇൽ ഡിഫൈൻ പ്രോബ്ലംസിന് എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇച്ചിരി വേഗത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. അൽഗോറിതത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അൽഗോറിതത്തിന് ആ സ്റ്റെപ്പും പ്രൊസീജിയറും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ആൻഡ് ഇത് കുറെ കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു കൊഗ്നിറ്റീവ് ലോഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. എങ്ങനെയാ? നമ്മൾ ഒരുപാടധികം സൊല്യൂഷൻസ് ഉള്ളതിൽ നിന്ന് നമ്മൾ നാരോ ഡൗൺ ചെയ്ത് ഒരു പോസിബിൾ സൊല്യൂഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്നാ ഇതിനകത്ത് ഒരു അവ്യക്തതയുണ്ടാകും, ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകും. ഈ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ എത്തുന്ന ആ ഒരു സൊല്യൂഷൻ കറക്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ആൻഡ് ഹ്യൂറിസ്റ്റിക്സിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് നോൺ ആസ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? വെൻ പീപ്പിൾ എസ്റ്റിമേറ്റ്, നമ്മൾ പലപ്പോഴും ഒരു അന്താസ എന്നൊക്കെ നമ്മൾ ഒരു ഊഹിക്കാറുണ്ടല്ലോ. അതായത് ഊഹിക്കാറുണ്ട് മേ ബി ദ ലൈക്ലിഹുഡ്, അതായത് എന്തുമാത്രം സാധ്യതയുണ്ട് ഓഫ് ആൻ ഇവന്റ്. ഓക്കെ, based on how easily they can recall examples. ഇപ്പൊ കഴിഞ്ഞ വർഷം ദിവസം മഴ പെയ്തിരുന്നു. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എക്സാമ്പിൾ നമ്മുടെ മനസ്സിലുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓർ മേ ബി സമൺ ക്യാൻ തിങ്ക് ദാറ്റ് പ്ലെയിൻ ക്രാഷസ് ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ് ബിക്കോസ് ദേ ഹിയർ റീസെന്റ് ആയിട്ടൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ ഒരു ക്രാഷിനെ കുറിച്ച് നമ്മൾ കേട്ട് അപ്പൊ നമ്മുടെ മനസ്സിലൊരു ധാരണ ബിൽഡായി വരാം, പ്ലെയിൻ ക്രാഷ് വളരെ കോമൺ ആണ്. അപ്പൊ അവൈലബിൾ ഹ്യൂറിസ്റ്റിക്, അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതിയിൽ ഇനി റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന മറ്റൊരു ഹ്യൂറിസ്റ്റിക് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ദിസ് ഈസ് യൂസ്ഡ് വെൻ പീപ്പിൾ മേക്ക് ജഡ്ജ്മെന്റ്സ് അബൌട്ട് ഹൗ സിമിലർ സംതിങ് ഇസ് ടു എ ടിപ്പിക്കൽ കേസ്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, നമ്മൾ അസ്യൂം ചെയ്യാണ് ദാറ്റ് സംബഡി എൻജോയ്സ് മാത്സ്. അപ്പൊ മാത്സ് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഒരു പക്ഷെ ഒരു സയന്റിസ്റ്റ് ആയിരിക്കാം എന്ന് നമ്മൾ എത്തിച്ചേരുന്ന, അതാണ് ഒരു റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുന്നത്. ആ ജഡ്ജ്മെന്റിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ഒരു മാത്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മാത്സിനോട് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്താകാനായിരിക്കും സാധ്യത? ഒരു മാത്തമാറ്റീഷ്യൻ, ഒരു സയന്റിസ്റ്റ് ഒക്കെ ആകാനായിരിക്കും സാധ്യത. അതാണ് റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു നിഗമനത്തിൽ ഒരു ജഡ്ജ്മെന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഹ്യൂറിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു കോഗ്നിറ്റീവ് ബയാസ്. ഒരു കോഗ്നിറ്റീവ് ബയാസ് ഇവിടെ ഉണ്ടാകാം. ആൻഡ് നമ്മുടെ ആ ഒരു ജഡ്ജ്മെന്റിനെ അത് പലപ്പോഴും ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മൾ എപ്പോഴും
ഒരു മാത്സ് പഠിച്ച ഒരു വ്യക്തി ഒരു സയന്റിസ്റ്റ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ എല്ലാ മാത്സ് പഠിച്ച വ്യക്തികളും സയന്റിസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ. അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാനുള്ളത് ഈസ് ദി ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പൊ ട്രയൽ ആൻഡ് എറർ നമുക്കറിയാമല്ലേ, ആദ്യം നമ്മൾ ഒരു രീതി ശ്രമിച്ചു നോക്കുന്നു, അത് പരാജയപ്പെട്ട് അടുത്ത രീതി നോക്കുന്നു, അതും പരാജയപ്പെട്ട് വീണ്ടും നോക്കുന്നു. അപ്പോൾ ട്രയൽ നടത്തി അവിടെ ഒരു എറർ വരുമ്പോൾ അത് പരാജയപ്പെടുന്നു. അപ്പൊ നമ്മൾ മറ്റ് പല മാർഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇത്. അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ്ഫുൾ ആയി വരുന്നത് വെൻ ദ സൊല്യൂഷൻ ഇസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ക്ലിയർ. അതിന്റെ സൊല്യൂഷൻ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതോടൊപ്പം പല സ്ട്രാറ്റജീസ് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടതായിട്ട് വരും. നമ്മൾ അത് ഒരു എക്സ്പെരിമെന്റ് എന്ന നിലയിൽ നമ്മൾ അത് നടത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സഡൻ ടെസ്റ്റിംഗ് ഡിഫറെന്റ് സൊല്യൂഷൻസ് അൺടിൽ വൺ വർക്ക്സ്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഇവിടെ ഇല്ല. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻസിനെ ഡിഫൈൻ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസിന് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം ആണ് നമുക്ക് അതിന്റെ എന്താ പറയേണ്ടത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പസിൽ സോൾവ് ചെയ്യുന്നതിന് ആദ്യം നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിക്കാം. എന്നാൽ പസിൽ സോൾവിങ് എന്ന് പറയുന്നതിന് ഒരു രീതിയുണ്ട്. ആ ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ആ ഒരു രീതി അറിയാത്തടത്തോളം നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അവിടെ ഉപയോഗിക്കും എന്നുള്ളതാണ് അല്ലേ. അതേപോലെ നമ്മുടെ എന്തെങ്കിലും ഒന്ന് കളഞ്ഞുപോയി, ഒരു താക്കോല് കളഞ്ഞുപോയി, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് മറന്നുപോയി. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു 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 അതിനാകെയുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി തിരയുക എന്നുള്ളതാണ്. പക്ഷെ ആ തിരയുന്ന രീതി പല രീതിയിൽ നമുക്കതിനെ തിരയാം അല്ലേ. അപ്പോ ഇതിന്റെ ലിമിറ്റേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഎഫിഷ്യന്റ് ആണ് ആൻഡ് ഫെയിലിയർ ആകാനുള്ള സാധ്യത കൂടുതൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി അധികം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കുമ്പോഴത്തേക്ക് ട്രയൽ ആൻഡ് എറർ ഇൻഎഫിഷ്യന്റ് ആയിട്ട് വരും. ഇൻഎഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാടധികം സമയം കൺസ്യൂം ചെയ്യും. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിക്കുമ്പം സമയം മാത്രമല്ല, നമ്മൾ റിസോഴ്സസ് ഒരുപക്ഷെ കുറെ പൈസയും ചിലപ്പോൾ അതിനകത്ത് ചെലവഴിക്കേണ്ടി വരും. എന്നാൽ നമുക്ക് വിചാരിക്കുന്നത് പോലെ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കില്ല എന്നുള്ളത്. ഇനി അടുത്തത് ഈ ഒരു ഇൻസൈറ്റ് അപ്രോച്ച് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഈ ഒരു ഇൻസൈറ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും എന്താ, നമുക്കൊരു ഒരു ഒരു സഡൻ റിയലൈസേഷൻ വരുന്നത്, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു അല്ലേ. പെട്ടെന്നാണ് നമ്മുടെ മനസ്സിൽ ഇത് ഈ രീതിയിൽ പരിഹരിക്കാമല്ലോ എന്ന ഒരു സൊല്യൂഷൻ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ഒരു ഇൻസൈറ്റ് നമുക്കുണ്ടാകുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഒരു അപ്രോച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ പ്രശ്നത്തിനെ കുറിച്ച് നമ്മൾ പുതിയ രീതിയിൽ ഡിഫറെന്റ് നോവൽ വേസ് വി വിൽ സ്റ്റാർട്ട് തിങ്കിങ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടുകയാണ് ശരിക്കും വരുന്നത്. അപ്പൊ ഈ ഇൻസൈറ്റ് ടിപ്പിക്കലി അത് ഉപയോഗിക്കുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് ഫെയിൽ ആകുന്ന സമയത്ത് കുറെ കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു ബോധോദയം അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് പുതിയ ഐഡിയാസ്, ഒരു നോവൽ അപ്രോച്ചാണ്, പുതിയ ഐഡിയാസ് നമ്മൾ കൊണ്ടുവരണം. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു മെന്റൽ റീകൺസ്ട്രക്റ്റിങ്ങും നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ മെന്റൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ ഫിക്സിഡ്നെസ്സിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് അതിൻ്റെ അപ്പുറം നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ എന്താ പറയേണ്ടത് ഇൻസൈറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്നാണ്. ഓക്കെ, റൈറ്റ്. സോ ഇനി ഹ്യൂറിസ്റ്റിക്സിൽ എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ്. ആദ്യം അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി നമുക്കുള്ളത് ഈ ഒരു ആങ്കറിങ് ഹ്യൂറിസ്റ്റിക് ആണ്. അപ്പം ആങ്കറിങ്, ഇറ്റ് ഇസ് ആങ്കേർഡ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ റിലൈയിങ് ടു ഹെവിലി ഓൺ ഇനിഷ്യൽ ഇൻഫർമേഷൻ. നമുക്ക്
ആദ്യം കിട്ടിയ ആ ഒരു ഇൻഫർമേഷനിൽ തന്നെ നമ്മൾ ഒന്ന് ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഒരുപാടധികം ഡിപ്പെൻഡ് ചെയ്യുന്ന, നമ്മൾ എന്താ പറയേണ്ടത്, മറ്റ് തരത്തിലുള്ള ഇൻഫർമേഷനിലേക്ക് നമ്മൾ പോകാതെ അവിടെ നിൽക്കുന്നു. അതാണ് ആങ്കറിങ് ഹ്യൂറിസ്റ്റിക് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇനി നമുക്കിനി നോക്കാനുള്ളത് ആ ഒരു ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. അപ്പം അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് നമ്മൾ ഡിസ്കസ് ചെയ്തു, റെപ്രസെൻറ്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ആങ്കറിങ് ഹ്യൂറിസ്റ്റിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ നോട്ട്സിൻ്റെ ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഹ്യൂറിസ്റ്റിക്സിനെ തങ്ങളിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടും, ഇതിന് അപ്പുറത്തേക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ഹ്യൂറിസ്റ്റിക്സും കൂടെ ഞാനത് നോട്ട്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എഫക്റ്റ് ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ എഫക്റ്റ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഫീലിംഗ് അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതേപോലെ സിമുലേഷൻ ഹ്യൂറിസ്റ്റിക് ഉണ്ട്. സിമുലേഷൻ ഹ്യൂറിസ്റ്റിക് അഗെയിൻ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഇമാജിനേഷൻ. നമ്മൾ ഇമാജിൻ ചെയ്യാണ്, ഇത് ഇങ്ങനെ ചെയ്താൽ അത് അങ്ങനെ എത്തുമോ, അത് അങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനെ എത്തുമോ. അതാണ് സിമുലേഷൻ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊന്നുണ്ട് റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക് എന്നും പറഞ്ഞു. അപ്പൊ റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് is used when individuals make decisions based on whether they recognize something or not. നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക് പ്രവർത്തിക്കുന്നത്. അതേപോലെ എഫേർട്ട് ഹ്യൂറിസ്റ്റിക് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ എഫേർട്ട് ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്, നമുക്ക് എന്തെങ്കിലും ഒന്നിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഈ ഒരു എഫേർട്ട് ഹ്യൂറിസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഫെമിലിയാരിറ്റി ഹ്യൂറിസ്റ്റിക് ഉണ്ട്. ഹ്യൂറിസ്റ്റിക്സ് ആർ ഓൾ ഷോർട്ട് കട്ട്സ്. ഫെമിലിയാരിറ്റി ഹ്യൂറിസ്റ്റിക് ഉണ്ട്. ഫെമിലിയാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തുമാത്രം ഫെമിലിയർ ആണ് ഒരു സംഗതി, നമുക്ക് എന്തുമാത്രം അതിനെ അറിയാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് നമുക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് ടു ഫേവർ ഓപ്ഷൻസ് ദാറ്റ് ആർ ഫെമിലിയർ ഓവർ അൺഫെമിലിയർ. നമുക്ക് അറിയാവുന്നതിന്റെ പിന്നാലെ പോകാനുള്ള ആ ഒരു പ്രവണതയാണ് ഈ ഫെമിലിയാരിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പല തരത്തിലുള്ള ഹ്യൂറിസ്റ്റിക്സ് അവിടെയുണ്ട്. നോട്ട്സിൽ കുറച്ചുണ്ട്, അത് നിങ്ങൾക്ക് അതൊന്ന് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ സെൽഫ് എക്സ്പ്ലനേറ്ററി. പക്ഷേ പ്രധാനപ്പെട്ട ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റ് ഫോർ ദിസ് ഇസ് എന്ന് പറയുന്നത് ഇസ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. റീസണിങ് എന്ന് പറയുന്നത് ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സ് തന്നെയാണ്, അല്ലെ? അപ്പൊ ഈ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ വി ഹാവ് ടു കം ടു കൺക്ലൂഷൻസ്. അപ്പൊ നമുക്ക് എന്താ പറയേണ്ടത്, നമ്മളൊരു തീരുമാനങ്ങളിലേക്ക് എത്തുന്ന ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഫർമേഷൻ ദാറ്റ് ഇസ് അവൈലബിൾ. അതിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് റീസണിങ് എന്ന് ശരിക്കും പറയുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്ക് ഡിസിഷൻ ഉണ്ടാക്കുക ആൻഡ് എന്താ പറയേണ്ടത്, നമുക്ക് നമ്മുടെ ചുറ്റാകെ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്ന്. അപ്പൊ രണ്ട് പ്രധാന ടൈപ്സ് ഓഫ് റീസണിങ് ആണുള്ളത്. ഒന്ന് ഡിഡക്റ്റീവ് റീസണിങ്ങും മറ്റൊന്ന് ഇൻഡക്റ്റീവ് റീസണിങ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് റീസണിങ്ങും ഇറ്റ് ഗിവ്സ് അസ് എന്താ പറയേണ്ടത്, ഡിഫറെന്റ് വേസ് നമുക്ക് തരുവാണ് കൺക്ലൂഷൻസിലേക്ക് എത്തുന്നതിന് വേണ്ടി. അപ്പൊ അതിനകത്ത് ഡിഡക്റ്റീവ് റീസണിങ് നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ, ഡിഡക്റ്റീവ് റീസണിങ് മീൻസ് ഇറ്റ് മൂവ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്, പ്രൊവൈഡിങ് ലോജിക്കലി സർട്ടൻ കൺക്ലൂഷൻസ് ഇഫ് പ്രൊമൈസസ് ആർ ട്രൂ. അപ്പൊ ഡിഡക്റ്റീവ് റീസൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലോജിക്കൽ പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ലോജിക്കൽ പ്രോസസ്സിൽ ഒരു സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്ന് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പൊ ഇത് ടോപ്പ് ടു ഡൗൺ ആ ഒരു രീതിയിൽ, മുകളിൽ നിന്ന് താഴേക്കാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ജനറൽ റൂൾ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ജനറൽ ആയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് ജനറൽ റൂൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലേ? എന്നിട്ട് അതിനെ ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മൾ ആ ഒരു റൂൾ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ എടുത്ത് അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഈ ഡിഡക്റ്റീവ് റീസണിങ് അത് ശരിയായി നമുക്ക് വരണമെങ്കിൽ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ലോ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ നോട്ട്സിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ഞാൻ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഡിഡക്റ്റീവ് റീസണിങ്ങിന്റെ. ഡിഡക്റ്റീവ് ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിരുന്നത് ഇതാണ്. അപ്പം അതിന്റെ ഫസ്റ്റ് പ്രൊമൈസ് അല്ലെങ്കിൽ ഫസ്റ്റ് തോട്ട് ഇതാണ്: ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരണമുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മനുഷ്യനും ഒരു കാലത്ത് ഒരു സമയത്ത് മരിക്കും, അല്ലെ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സോക്രറ്റിസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈസ് എ ഹ്യൂമൻ. അപ്പൊ ആദ്യം പറഞ്ഞ് എല്ലാ ഹ്യൂമൻസും ഒരു കാലത്ത് മരിക്കും. രണ്ടാമത് പറഞ്ഞ് സോക്രറ്റിസും ഒരു മനുഷ്യനാണ്, ഒരു ഹ്യൂമൻ ആണ്. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ എന്താണ്? സോക്രറ്റിസും മോർട്ടൽ ആണ്, അല്ലെങ്കിൽ മരണം വരും എന്നുള്ളതാണ് അതിന്റെ ആ ഒരു കൺക്ലൂഷൻ. അപ്പം ഈ ഡിഡക്റ്റീവ് റീസണിങ് നമുക്ക് മാത്സിൽ അപ്ലൈ ചെയ്യാം, സയന്റിഫിക് റിസർച്ചിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, ലീഗൽ റീസണിങ്ങിൽ നമുക്കിത് കൊടുക്കാം. അപ്പൊ വക്കീലന്മാർ പലപ്പോഴും ലീഗൽ കേസിൽ അവര് ജനറൽ ആയിട്ടുള്ള ഒരു ലോ എടുത്തിട്ട് അത് എന്താ പറയേണ്ടത്, സ്പെസിഫിക് ഇൻസ്റ്റൻസിലേക്ക് അവരെത്തും. ആ ഒരു നിയമം ഈ ഒരു സാഹചര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക് ഇൻസ്റ്റൻസിലേക്ക് അവിടെ എത്തും എന്നുള്ളത്. ഇനി നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മൂവ്സ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻസ് ടു ജനറൽ കൺക്ലൂഷൻസ്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് അവേ. ഇൻഡക്റ്റീവ് റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ്. ആ രീതിയിൽ രണ്ടിനെയും ഓപ്പോസിറ്റ്സ് ആയിട്ട് കാണുക. ഞാൻ ഈ ഡിഡക്റ്റീവ് റീസണിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതിന്റെ നേരെ വിപരീതമാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ we make generalizations based on specific observations. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസിനെ നമ്മൾ നോക്കിയിട്ട് ഒരു ജനറലൈസേഷനിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ഇത് നേരത്തെ ടോപ്പ് ബോട്ടം ആണെങ്കിൽ ഇത് ബോട്ടം ടോപ്പ് എന്നുള്ള ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നോക്ക്, നമ്മൾ ഏതൊരു സാധനം എടുത്തിട്ട് നമ്മൾ കൈ തുറന്നു വിട്ടാല് ഇത് എൻ്റെ ഹാപ്പി മാൻ, ഞാൻ എൻ്റെ ഹാപ്പി മാനെ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ കൈ തുറന്നാൽ ഹാപ്പി മാൻ താഴേക്ക് വീഴും. അതേപോലെ ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ഇട്ടാലും അത് താഴേക്ക് വീഴും. അപ്പം നമുക്കൊരു ജനറലൈസേഷനിലേക്ക് എത്താം. ഞാൻ ഏതൊരു സാധനവും ഇങ്ങനെ പൊക്കത്തിൽ നിന്ന് കൈ തുറന്നു കഴിഞ്ഞാൽ അത് താഴേക്ക് വരും, ഞാൻ അതിനെ പിടിച്ചിട്ടില്ലെങ്കിൽ താഴേക്ക്. അങ്ങനെ നമ്മൾ ഗ്രാവിറ്റിയിലേക്കൊക്കെ വന്നെത്തുന്നത്. അപ്പൊ പലപ്പോഴും ആ ഒരു സയന്റിഫിക് റീസണിങ്ങിലേക്കൊക്കെ നമുക്ക് വന്നെത്താനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് മോഡ്യൂൾ 5 അതിനകത്ത് തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്ങിൽ നമ്മുടെ ആ ഒരു സിലബസ് പ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട്സിന്റെ ഭാഗത്തിൽ ഇതിനെ ഓരോ കോൺസെപ്റ്റിന്റെയും കൂട്ടത്തിൽ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ നോട്ട്സും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആക്സസ് ചെയ്യുന്നതിന് നമ്മുടെ വാട്സാപ്പിലുള്ള സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് prepare well for your exam. Wish you all the very best and have a great day ahead. Thank you.